ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുവാൻ BDJS-ഉമൊക്കെയായി ചർച്ച നടത്തുന്ന BJPയും ഇന്ത്യയെ ഘടകകക്ഷികളുമൊക്കെ ഒരു ഭാഗത്ത്. ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി തെരഞ്ഞെടുപ്പിന് ആരെയൊക്കെയാണ് ഓരോ പാർട്ടികളും കളത്തിലിറക്കുവാൻ പോകുന്ന സ്ഥാനാർത്ഥികളെന്ന് അപേക്ഷിച്ച് മാത്രമേ പറയുവാൻ സാധിക്കുള്ളൂ. അത്തരത്തിൽ നിലമ്പൂരിൽ നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ അപ്പുറത്തേക്ക് നിലമ്പൂരെ സ്ഥാനാർത്ഥികളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളുമാണ് അവിടെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. PV അൻവറിനെ സംബന്ധിച്ച് PV അൻവർ ഇപ്പോൾ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു. അമ്മ തൊട്ടെത്തിയതുമില്ല എന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇടതുപക്ഷത്തോട് പയറ്റി, ഇടതുപക്ഷത്തോട് തെറ്റി, ഒരു കാലത്ത് പിതൃതുല്യനായി കണ്ടിരുന്ന പിണറായി വിജയനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയും UDF പക്ഷത്തൊരു ഇടം ലഭിക്കുമെന്ന് കരുതുകയും ചെയ്യുന്നു. എന്നാൽ UDF PV അൻവർ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനല്ല പാർട്ടി ഇരിക്കുന്നതെന്ന് നിലപാടെടുക്കുകയും നിശബ്ദതയോടുകൂടി നിൽക്കേണ്ട തരത്തിലേക്ക് PV അൻവർ ഒതുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീടൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ PV അൻവർ. സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുവാൻ പോകുന്നു എന്ന വാർത്തയ്ക്ക് ചൂടേറുന്നു എന്ന് മനസ്സിലാക്കുന്ന PV അൻവർ ഇനി അങ്ങോട്ട് ഏതൊക്കെ തരത്തിലുള്ള വിലപേശലുകൾക്കാണ്, ഏതൊക്കെ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്കാണ് പുതിയ വാതായനങ്ങൾ തുറന്നിടുക എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇവിടെ ഷാഫി പറമ്പിൽ എന്ന KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായ യുവനേതാവ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷത്തെയും BJPയും ഒക്കെ പരിഹസിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇടതുപക്ഷത്തിനും BJPക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വേണോ, ഇനി അതല്ല പാർട്ടി സ്ഥാനാർത്ഥിയെ വേണോ, ഇനി ഏതാണ് ചിഹ്നം വെക്കുക, ചിഹ്നമില്ലാതെ മത്സരിക്കുവാൻ കഴിയുമോ, ഇനി അതുമല്ല BJPയുടെ സ്ഥാനാർത്ഥിയും CPMന്റെ സ്ഥാനാർത്ഥിയും ഒരുമിച്ച് മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ പാലക്കാട്ടെ പോലെ എന്നൊക്കെ തരത്തിലേക്കുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ, പലതരത്തിലുള്ള പരിഹാസങ്ങളാണ് ഷാഫി പറമ്പിൽ തുറന്നടിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ടെൻഷൻ അടിക്കേണ്ട ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് നിലമ്പൂരിലില്ല, കേരളത്തിലില്ല. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും അത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാന്നുള്ളതാണ്. അത് നല്ലൊരു ടീം വർക്കാണ് ഇവിടെ. എല്ലാവരും ഒരുമിച്ചപ്പോൾ നിങ്ങൾ ഇന്നത്തെ മീറ്റിംഗ് കണ്ടു. ഒക്കെ എന്താ പറയുക, ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം സെറ്റായിരുന്നു. ഡിക്ലറേഷൻ വന്നു, തൊട്ടടുത്ത ദിവസം തന്നെ കാൻഡിഡേറ്റ് വന്നു. എല്ലാ ലീഡേഴ്സും, പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്, KPC പ്രസിഡന്റ്, എല്ലാ ലീഡേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി. വർക്ക് ചാർട്ട് ചെയ്തു. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മറ്റു മുന്നണികൾ ഒരാൾ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള തന്നെ ആശങ്കയിലും പരസ്പരം വെച്ചുമാറലുമാണ്. സീറ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കലും, ഇവിടെ ചോദിച്ചാൽ കൊടുക്കാത്ത സീറ്റ് ഇപ്പോൾ അവിടെ കൊടുത്തേപ്പിക്കലാണ്. വേറൊരാൾ സ്ഥാനാർത്ഥി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പാലക്കാടൊക്കെ നമ്മൾ കണ്ടതുപോലെ ഇനിയിപ്പോൾ ആരെയാണ് സ്ഥാനാർത്ഥി ആക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയായിട്ടില്ല. അതിനുള്ള ശ്രമത്തിലാണ്. വിവാദങ്ങൾ ഫോക്കസ് ചെയ്യുന്ന വാർത്തകളാണ്. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഞങ്ങളുടെ മുമ്പിലുള്ള ജനങ്ങളെയും അവരിലേക്ക് എത്താനുള്ള ഞങ്ങളുടെ വർക്കിനെയാണ്. അതിന്റെ പ്ലാൻ ഞങ്ങൾ കൃത്യമാണ്. അൻവർ എന്ന ഇൻഫാക്ടറിനെ എങ്ങനെ കാണുന്നു? അതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞല്ലോ, അദ്ദേഹം എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഇത്ര വലിയ ജനങ്ങൾ എതിരായിട്ട് നിൽക്കുന്ന ഒരു ഭരണകൂടം, അദ്ദേഹം തന്നെ തുറന്നു എതിർത്തിട്ടുള്ള പല കാര്യങ്ങൾ. അപ്പോൾ ആ ഭരണകൂടത്തിന് സഹായകമായേക്കാവുന്ന നിലപാടല്ലല്ലോ അദ്ദേഹത്തിനും എടുക്കാൻ ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം എടുക്കുമ്പോൾ എല്ലാവരും സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒരുക്കമാണെന്നുള്ളത് UDF പറഞ്ഞു കഴിഞ്ഞു.